ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പകൽക്കാലം കൂടെ കാണുവാനിടയാക്കിയ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായന ഭാഗം യിരെമ്യാ പ്രവചനം 46 മുതൽ 49 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യം. ഹെരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം. മഹാനായ ഹെരോദ രാജാവിനെ കുറിച്ച് ഇന്ന് അല്പമായി നമുക്ക് മനസ്സിലാക്കാം. യഹൂദയുടെ രാജാവായിരുന്നു ഹെരോദാവ്. ഹെരോദ രാജാവിൻ്റെ പിതാമഹൻ, അതായത് അന്തിപ്പാസ് എന്നും അദ്ദേഹത്തിന് മറ്റൊരു പേരുകൂടെയുണ്ട്. അദ്ദേഹം സ്ഥാപിച്ച ഹെരോദ്യ കുലത്തിന് ഏകദേശം 1 നൂറ്റാണ്ടു കാലം പലസ്തീനിൽ പൂർണ്ണമായോ ഭാഗികമായോ അവരുടെ ആധിപത്യം നിലനിർത്തുവാനായിട്ട് കഴിഞ്ഞു. അന്തിപത്രോസിൻ്റെ കാലത്ത് 100-ലധികം വർഷങ്ങൾക്ക് മുമ്പ് യവന സാമ്രാജ്യ ശക്തിയിൽ നിന്ന് യഹൂദർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു. അതിനുശേഷം 1.5 നൂറ്റാണ്ട് ദൈവഭരണത്തിൻ്റെ പ്രതിനിധികളെന്ന അവബോധത്തോടുകൂടി യഹൂദനാട് ഹസ്മോണിയ വംശത്തിന് അന്ത്യം കുറിക്കുവാൻ ഹെരോദ്യ കുലത്തിന് സാധിച്ചതായാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഹെരോദാവ് പാലസ്തീൻ നാടിൻ്റെ സർവ്വ അധിപനും മഹാൻ എന്ന പേര് ചരിത്രരേഖകളിൽ അവശേഷിപ്പിച്ച വ്യക്തിയും ആയിരുന്നു. അങ്ങനെ മഹാനായ ഈ ഹെരോദ രാജാവിൻ്റെ പിൻതലമുറക്കാരാണ് പുതിയ നിയമത്തിൽ പേര് പറയപ്പെട്ടിരിക്കുന്ന മറ്റ് ഹെരോദ രാജാക്കന്മാർ. ഇവരെല്ലാം പലസ്തീനിലെ പ്രാദേശിക ഭരണ മേധാവികളായിരുന്നു. ഹെരോദാവ് അന്തിപ്പാസ്, അഗ്രിപ്പ ഒന്നാമൻ, അഗ്രിപ്പ രണ്ടാമൻ തുടങ്ങിയ പേരുകളാണ് ഇവർക്ക് ഉപയോഗിച്ച് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഹെരോദ രാജാവിൻ്റെ വംശവും വളർച്ചയും എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഹെരോദാവിൻ്റെ പിതാമഹനായ അന്തിപത്രോസ് ഗവർണറായി തീർന്നു. അദ്ദേഹം അതിസമർത്ഥനായ പടയാളിയും കുശാഗ്ര ബുദ്ധിയായ രാജ്യതന്ത്രജ്ഞനുമായിരുന്നു. തുടർന്ന് ഭരണത്തിൽ സഹായിക്കുന്നതിനായി പിതാവ് തൻ്റെ 2 മക്കളെയും, അതായത് മൂത്ത മകൻ ഫസായേലിനെ യെരുശലേമിലെയും ഇളയ മകൻ ഹെരോദാവിനെ ഗലീലയിലെയും പട്ടാള മേധാവികളാക്കി തീർത്തു. ഹെരോദാവിന് അന്ന് 25 വയസ്സ് മാത്രമായിരുന്നു പ്രായം. തുടർന്ന് ഹെരോദാവ് തൻ്റെ സ്ഥാനവും അധികാരവും ഉപയോഗിച്ച് ജനത്തെ അടിച്ചമർത്തുകയും അതിലൂടെ റോമൻ ഭരണാധികാരിയുടെ പ്രീതി നേടുവാനും കഴിഞ്ഞു. ഹെരോദാവിൻ്റെ മാതാവ് നബത്തേയ വർഗത്തിൽപ്പെട്ട അറബി സ്ത്രീയായിരുന്നു. അങ്ങനെ അദ്ദേഹം യഹൂദനല്ലാതിരുന്നതിനാൽ പരിച്ഛേദന കർമ്മം നടത്തിയതായും പറയുന്നു. തുടർന്ന് മഹാപുരോഹിതനായ ഹിർക്കാനസിൻ്റെ പൗത്രി മറിയംനയെ രാജാവ് വിവാഹം ചെയ്യുന്നതിലൂടെ താൻ യഹൂദനാണെന്നും യഹൂദരുടെ സംരക്ഷകനാണെന്നും ഭാവിക്കുകയും മറ്റുള്ളവരെ അത്തരത്തിൽ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഹെരോദാവിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് നോക്കാം. രാജ്യത്തിൻ്റെ അതിരുകൾ വടക്കോട്ടും തെക്കോട്ടും വിസ്തൃതമാക്കുന്നു. നഗരവികസന പദ്ധതികളും കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളും അദ്ദേഹം നടപ്പിലാക്കി. കൈസറുടെ ബഹുമാനാർത്ഥം ഒരു ക്ഷേത്രവും പണി കഴിപ്പിച്ചു. മധ്യധരണി തീരത്ത് 12 വർഷം കൊണ്ട് പണി തീർത്ത് ആ തുറമുഖത്തിന് കൈസരിയ എന്ന പേരും നൽകുകയുണ്ടായി. കായിക വിനോദ സ്ഥലങ്ങൾ, നാടകശാലകൾ നിർമ്മിച്ചതായി പറയപ്പെടുന്നു. അധികാരം കയ്യേറ്റ നാൾ മുതൽ ഹെരോദാവ് തൻ്റെ എതിരാളികളെ കൊന്നൊടുക്കിയതായി കാണപ്പെടുന്നു. ഈ ഹെരോദാവിൻ്റെ കാലഘട്ടത്തിലായിരുന്നു സ്നാപക യോഹന്നാൻ്റെയും യേശു കർത്താവിൻ്റെയും ജനനം. അതിനാൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ബെത്ലഹേമിലെ ശിശുവധം ഈ കാലഘട്ടത്തിലാണെന്ന് കരുതപ്പെടുന്നു. തുടർന്ന് ഹെരോദാവിൻ്റെ താൽപ്പര്യപ്രകാരം അദ്ദേഹത്തിൻ്റെ മരണശേഷം രാജ്യം 3 വിഭജിക്കുകയും ഭരണം തൻ്റെ 3 പുത്രന്മാർക്ക് നൽകുകയും ചെയ്തു. അതിൽ അർക്കലയോസ് യഹൂദയുടെയും, ഹെരോദ് അന്തിപ്പാസ് ഗലീലയുടെയും പെരേയയുടെയും, ഫിലിപ്പോസ് ഇതുര്യയുടെയും ഇടപ്രഭുക്കന്മാരായിട്ട് തീർന്നു. വന്യമൃഗം അഥവാ ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിലെ ആൺപന്നി എന്നാണ് വേദപണ്ഡിതന്മാർ ഹെരോദ രാജാവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ മഹാനായിരുന്നെങ്കിലും
ദൈവത്തിലുള്ള അനുസരണമോ വിധേയത്വമോ ഒന്നും ഹെരോദ രാജാവിൻ്റെ ജീവിതത്തിൽ നിന്നും കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഏതൊക്കെ അധികാരത്തിൽ എത്തിയാലും ഇവ നമ്മെ ഏൽപ്പിച്ച ദൈവത്തിന് വിധേയരായി ജീവിക്കുവാൻ നമുക്കും ശ്രദ്ധിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ജീവനും ജീവിതവും നൽകിയ അങ്ങയുടെ സന്നിധിയിൽ താഴ്മയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.